ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊച്ചി ടു ദോഹ ട്രാവൽ വ്ലോഗാണ്. നമ്മൾ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പോകണതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ അയാനും നമ്മുടെ സ്ട്രോളേഴ്സ് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ബേബീൻ്റെ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കുറച്ച് കൂടുതൽ നമ്മൾ വീടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. അപ്പം അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മുടെ റൂമിനോട് ഒരു ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ് ഗൈസ്. സോ ഇതാണ് നമ്മൾ താമസിച്ച റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമായിരുന്നു കേട്ടോ. പിന്നെ ഹാളും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞത് ഇത് നമ്മളുടെ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. സോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചനുമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എല്ലാം റൂമെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബേബീനെയും കൊണ്ട് പോവാണ് കേട്ടോ. സോ നമ്മുടെ പെട്ടികളും കുട്ടികളുമൊക്കെ ആയിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ നമ്മൾ വെയിറ്റ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേബീനെ സ്ട്രോളറിൽ എത്തിയിട്ടില്ല ആണ് പോയത്. അങ്ങനെ പെട്ടി ഒക്കെ നമ്മൾ കൊടുത്ത് ലഗേജൊക്കെ കൊടുത്തിട്ട് നമ്മളിനി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഇവിടുത്തെ ആ ഒരു ടെഡി ബിയർ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലത്തെ. സോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴെ നമ്മളുടെ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബേബി ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും ഇവിടെ എത്തിക്കാൻ ആ ടെഡീൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അയാനിവിടെ ലൊക്കേഷൻ മാപ്പൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ് ഒമാൻ എയർ ആണ്. അപ്പം നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം? നമുക്ക് മസ്കറ്റിൽ പോയിട്ട് വേണം, അവിടെ നിന്ന് വേണം കൊച്ചിയിൽ പോകാൻ. വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നാട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇനി ഖത്തറിലേക്ക് മോസ്റ്റ്ലി തിരിച്ചു വരില്ല നോക്കുമ്പം ഒരു മിക്സഡ് ഫീലിങ്സ് ആയിട്ടാണ് നമ്മളിപ്പം മനസ്സിലുള്ളത്. അങ്ങനെ ഈ വീഡിയോസ് ഫുള്ള് അയാനും എടുത്താണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ഷേക്കിംഗ് ഒക്കെ ഉള്ളത്. ബട്ട് സ്റ്റിൽ അവന് എടുത്തതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ എന്തൊക്കെയോ ഇമോഷൻസൊക്കെ ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. 3:40 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് നേരെ മസ്കറ്റിൽ പോവും. അവിടെ നമുക്ക് 2 hours വെയിറ്റിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മസ്കറ്റിൽ നിന്ന് ദോഹയിലേക്കൊരു 3:45 മണിക്കൂർ എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഒരു ഇത്. സോ ഈ ഒരു ടൈമിങ് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡാണ് ബേബിയായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഫ്ലൈറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ബേബി കുറേ നേരം ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങി. ലൈക്ക് കൂടുതൽ സമയം രാത്രി ആയതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ ഉറങ്ങി. സോ നമുക്കങ്ങനെ അത്ര വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോവാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഒരു കേക്കും വെള്ളമായിരുന്നു നമ്മുടെ ഫുഡ്. അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മസ്കറ്റിലേക്ക് ലാൻഡ് ചെയ്യാറായി. മസ്കറ്റിൽ നിന്ന് ആ ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ലാൻഡ് ചെയ്യുമ്പോഴുള്ള വ്യൂ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സൊക്കെ ആയിട്ട് നല്ല രസം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് മസ്കറ്റിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റിൽ പോയിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നേ ഒരു വട്ടം ദുബായിൽ ഷാർജയിലോ മറ്റോ പോയിട്ട് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഈ ഒമാൻ എയറിൻ്റെ സർവീസൊക്കെ നല്ല സർവീസാണ്. ലൈക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം നല്ലതാണ്. പിന്നെ ആ കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇതിൽ നമുക്ക് ഒരാൾക്ക് ലഗേജ് 20 kg പറ്റുള്ളൂ. ലൈക്ക് ചില എയർവേസിൽ 30 kg ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടി ചട്ടിയൊക്കെ ആയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ കയറുന്നതിൻ്റെ വീഡിയോ ആണിത്. അപ്പം ഈ ഫ്ലൈറ്റിൽ നമുക്ക് വീഡിയോ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ട് പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫ്ലൈറ്റിൻ്റെ വീഡിയോ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമ്മളിത് ഇപ്പോൾ നാട്ടിൽ ലാൻഡ് ചെയ്യാറായി ഗൈസ്. ഇതിപ്പോൾ നാട്ടിൽ
പ്ലാൻ ചെയ്യാനായിട്ട് പോകണം. പിന്നെ നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വൈബ് വ്യത്യാസമാണല്ലോ, ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ഒരു എന്തോ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. I need an intervention, divine intervention, you know. Only in my crucial moments do they pay attention. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നാട്ടിൽ ലാൻഡ് ചെയ്യാണ് ഗൈസ്. നാട്ടിലെത്തുമ്പോൾ ആ ഒരു ലൈക്ക് ആ പച്ചപ്പും ഇപ്പോൾ സ്പെഷ്യലി മഴക്കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ വൈബ് വെരി സൂപ്പർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തി ബേബി കെയർ റൂമിൽ പോയപ്പം അവിടെ ഹിമാലയൻ്റെ കുറേ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. ഇനി നാട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അതായിരിക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.